എല്ലാവർക്കും നമസ്കാരം. LB അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂൾ വഴി 10ാം ക്ലാസും പ്ലസ് ടു 6 മാസം കൊണ്ട് കരസ്ഥമാക്കാം എന്നുള്ള പരസ്യങ്ങൾ നിങ്ങൾ ദിനം പ്രതി കണ്ടിട്ടുണ്ടാവും അല്ലെ? അപ്പോൾ ഇതിന്റെ സത്യാവസ്ഥ എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയണ്ടേ? അതുപോലെ തന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂൾ വഴി 10ാം ക്ലാസ് പ്ലസ് ടു കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻസ് ഇപ്പോൾ നടക്കുന്നുണ്ട് എന്നുള്ളതും നിങ്ങളുടെ സംശയമായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ദെൻ ഷെയർ ചെയ്യുക. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂൾ വഴി 10ാം ക്ലാസും പ്ലസ് ടുവും ഇപ്പോൾ കരസ്ഥമാക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് അതിന്റെ അഡ്മിഷന്റെ ടൈമാണ് കേട്ടോ. അതായത് ഇപ്പോൾ നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ വരാൻ പോകുന്ന പുതുവർഷത്തിൽ, അതായത് 2026 ഒക്ടോബർ മാസത്തിലെ പരീക്ഷ എഴുതിക്കൊണ്ട് നിങ്ങളുടെ മുടങ്ങിപ്പോയ ഒരു 10ാം ക്ലാസും പ്ലസ് ടു ഒക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് NIOS വഴി കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി ഇവിടെ നിങ്ങളുടെ ഒരു സംശയം എന്ന് പറയുന്നത് NIOSൽ അഡ്മിഷൻ എടുക്കേണ്ട പ്രായപരിധി എങ്ങനെയാണ് എന്നുള്ളതാണ്. ഇവിടെ പ്രായപരിധിയോ കാര്യങ്ങളൊന്നുമില്ല. എല്ലാ പ്രായത്തിലുള്ള ആളുകൾക്കും എന്ത് ചെയ്യാൻ സാധിക്കും? NIOS വഴി 10ാം ക്ലാസും പ്ലസ് ടുവും കരസ്ഥമാക്കാൻ സാധിക്കുന്നതാണ്. ഇനി ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ആർക്കൊക്കെയാണ് NIOSൽ അഡ്മിഷൻ എടുക്കാനായിട്ട് സാധ്യമാവുക എന്നുള്ളതാണ്. അതായത് ചെറിയ ക്ലാസ്സിലൊക്കെ വെച്ച് പഠനം മുടങ്ങിപ്പോയ ആളുകൾ, ഇനി അതല്ല 10ാം ക്ലാസ് വരെ പോയി, പക്ഷെ 10ാം ക്ലാസ് എത്തിക്കഴിഞ്ഞപ്പോഴേക്ക് എന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് 10ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതാനായിട്ട് സാധിച്ചിട്ടില്ല, ഇനി അതല്ല 10ാം ക്ലാസ് പരീക്ഷ എഴുതി പക്ഷെ 10ാം ക്ലാസ്സിൽ നിങ്ങൾ പരാജയപ്പെട്ടു പോയി, ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ തന്നെ നമ്മുടെ NIOS വഴി പ്രായപരിധി ഇല്ലാതെ 10ാം ക്ലാസ് എഴുതിയെടുക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ് കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റ് ആണ്. ഓക്കെ, ഇനി അതുപോലെ തന്നെയാണ് പ്ലസ് ടുവിലേക്ക് അഡ്മിഷൻ എടുക്കുന്നത്. ഇപ്പൊ പ്ലസ് ടു സർട്ടിഫിക്കറ്റ് ഇല്ലാതിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അല്ലെ? ഇപ്പൊ നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു പ്ലസ് ടു സർട്ടിഫിക്കറ്റ് നമുക്ക് അത്യാവശ്യമാണ്. അപ്പൊ പ്ലസ് ടുവിലേക്ക് എങ്ങനെയാണ് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10ാം ക്ലാസ്സിൽ പാസ്സായിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ ഇപ്പൊ പ്ലസ് വണ്ണിലൊക്കെ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവും, പക്ഷെ പ്ലസ് വണ്ണിൽ എന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് പ്ലസ് വൺ വരെ നമ്മൾ പോയി പക്ഷെ പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടാവില്ല. ഇനി ചിലരുണ്ട് പ്ലസ് ടു വരെ പോയിട്ടുണ്ട്, ചിലപ്പോൾ പ്ലസ് ടുവിന്റെ പരീക്ഷ എഴുതി പരാജയപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ ഒരു പ്ലസ് ടു സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ആളുകൾക്ക് പ്രായപരിധി ഇല്ലാതെ തന്നെ ഈ NIOS വഴി എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? പ്ലസ് ടു എക്സാം എഴുതി പ്ലസ് ടു സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കാൻ സാധിക്കും. നിങ്ങൾക്കും ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ് എന്താണ്? കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റ് ആണ്. അതുകൊണ്ട് തന്നെ 10ാം ക്ലാസ് ആണെങ്കിലും പ്ലസ് ടു ആണെങ്കിലും നമ്മൾ NIOS വഴി എഴുതിയെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഉപരിപഠനത്തിനും അതുപോലെ തന്നെ PSC, UPSC, എൻട്രൻസ് എക്സാം ഇങ്ങനെയുള്ള എല്ലാ മത്സര പരീക്ഷകൾക്കും നിങ്ങൾക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് അനുയോജ്യമാണ് എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. ഇനി ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ നമ്മൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഈ NIOS വഴി തന്നെ നിങ്ങളുടെ 10ാം ക്ലാസും പ്ലസ് ടു ഒക്കെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും വരാൻ പോകുന്ന ഒക്ടോബർ മാസത്തിലെ പരീക്ഷയിലൂടെ. അപ്പോൾ ഈ ഒരു 2026 ഒക്ടോബർ മാസത്തിൽ നിങ്ങൾ പരീക്ഷ എഴുതി ഒരു 10ാം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് ടു കരസ്ഥമാക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾ സീറ്റ് ബുക്ക് ചെയ്യുക. കാരണം ഇതിന്റെ ഒരു അഡ്മിഷൻ ടൈം ഉണ്ട്. ഇപ്പൊ ചില ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട്, മിസ്സേ 2026 ഒക്ടോബർ മാസത്തിലാണെങ്കിൽ ആ ഒരു ടൈമിൽ വന്ന് അഡ്മിഷൻ എടുത്താൽ പോരെന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെയല്ല, നമുക്ക് ഏതൊരു കോഴ്സിനാണെങ്കിലും എന്താണ് അതിന്റെ അഡ്മിഷന്റെ ടൈം ഉണ്ട് അല്ലെ? ആ ഒരു അഡ്മിഷൻ ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നെക്സ്റ്റ് ബാച്ചിലായി പോകും. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു ഒക്ടോബർ ബാച്ചിന്റെ ഈ ഒരു അഡ്മിഷന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുത്ത് നിങ്ങളുടെ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ നടപടികളെല്ലാം പൂർത്തീകരിച്ച് നിങ്ങൾ ഒക്ടോബർ മാസത്തിലെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. നിങ്ങൾ ഈ ഒരു കോഴ്സിനെ കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്ത്, ഇനിയിപ്പോൾ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട്, അപ്പോൾ അതിൽ മെസ്സേജ് അയച്ചാലും മതി, നിങ്ങൾ നമ്മൾ ഇവിടുന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. ഇവിടെ പ്രധാനപ്പെട്ട വേറൊരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ചില ആളുകൾ എന്നോട് ചോദിക്കുന്നുണ്ട്, മിസ് ഇത് എങ്ങനെയാണ് പരീക്ഷ, മലയാളത്തിൽ എഴുതാമോ ഇംഗ്ലീഷിൽ എഴുതാമോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മീഡിയം എപ്രകാരമാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതും കൂടെ ഒന്ന് പറഞ്ഞേക്കാം. അതായത് ഇപ്പോൾ 10ാം ക്ലാസ്സിലാണെങ്കിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ്സിലേക്ക് അഡ്മിഷൻ എടുക്കുന്ന ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് മീഡിയം അനുസരിച്ച്, അതായത് മലയാളം മീഡിയം ആയിക്കോട്ടെ ഇംഗ്ലീഷ് മീഡിയം ആയിക്കോട്ടെ, ആ രീതിയിൽ തന്നെ നമുക്ക് എന്താ ക്വസ്റ്റ്യൻ പേപ്പർ ലഭിക്കുന്നതാണ്. അപ്പോൾ എക്സാം ആണെങ്കിൽ നിങ്ങൾക്ക് മലയാളത്തിൽ എഴുതണമെങ്കിൽ മലയാളത്തിൽ എഴുതാം, ഇംഗ്ലീഷിൽ എഴുതണമെങ്കിൽ ഇംഗ്ലീഷിൽ എഴുതാം. ഇനി പ്ലസ് ടുക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ഇംഗ്ലീഷിലായിരിക്കും, പക്ഷേ എക്സാം നമുക്ക് എന്താണ് മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഏത് ലാംഗ്വേജിൽ വേണമെങ്കിലും നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് NIOSന്റെ മറ്റൊരു പ്രത്യേകതയാണ് കേട്ടോ. ഇതും കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇനി എന്തെങ്കിലും ഈ ഒരു കോഴ്സിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മളെ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് NIOSന്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് വെറും 5 വിഷയങ്ങൾ പഠിച്ചാൽ മതി കേട്ടോ. അതും നിങ്ങളുടെ ജില്ലയിൽ തന്നെയാണ് പരീക്ഷാ കേന്ദ്രം. പഠിക്കുന്നത് മാത്രമാണ് നമ്മുടെ LB അക്കാദമി ഓൺലൈൻ ക്ലാസ് വഴി. അതല്ലാതെ എക്സാം സെന്ററും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജില്ലയിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് മനസ്സിലാക്കുക.
ഇത്രയും കാര്യങ്ങളൊക്കെ NIOSനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഇനി അതല്ലെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളും നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മുടെ NIOS വഴി 10ാം ക്ലാസ്സോ +2 ഇല്ലാത്ത ആളുകൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യുക. 2026 ഒക്ടോബർ മാസത്തിലെ പരീക്ഷ എഴുതിക്കൊണ്ട് നിങ്ങൾക്ക് 10ാം ക്ലാസ്സും +2 കരസ്ഥമാക്കാൻ സാധിക്കും. അപ്പോൾ ഇനി ഒന്നും ചിന്തിക്കേണ്ട, താഴെ കാണുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക.